This news is brought to you by ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പും ചെറുപുഴ ഗ്രാമപഞ്ചായത്തും ചെറുപുഴ കൃഷിഭവനും സംയുക്തമായി ചിങ്ങം 1 ഭാഗമായി കർഷക ദിനം ആചരിച്ചു. ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ ഉദ്ഘാടനം ചെയ്യുകയും മികച്ച കർഷകരെ ആദരിക്കുകയും ചെയ്തു. വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജിതിൻ KR ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ബാബു, ലീന വില്യം, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗീത P ചടങ്ങിന് നന്ദി രേഖപ്പെടുത്തി. വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. വളരെ വിപുലമായ പരിപാടികളോടെ നടത്താൻ ആഗ്രഹിക്കുകയും കൂട്ടായി തീരുമാനിക്കുകയും ചെയ്ത ഒരു പരിപാടിയാണ്. ഘോഷയാത്രയോടുകൂടി നമ്മൾ കർഷകരെ വെളിയിലേക്ക് ആനയിച്ചുകൊണ്ട് വർണ്ണശബലമായ ഒരു പരിപാടിയായി ഇതിനെ മാറ്റണമെന്ന അതിയായ ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ചരിത്രത്തിലില്ലാത്ത ഒരു വലിയ ദുരന്തത്തിന് നമ്മൾ അതിനിടയിൽ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു എന്നതുകൊണ്ടാണ് ഇന്നത്തെ പരിപാടി നമുക്ക് ചുരുക്കേണ്ടി വന്നത്. എന്നാൽ പോലും നമ്മുടെ കർഷകരെ ഇങ്ങനെയൊരു വേദിയിൽ ആദരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥയെ നമുക്ക് തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനമാണ് എന്നതാണ് പരമമായ സത്യം. എന്റെ മുമ്പിലിരിക്കുന്ന ഓരോ മനുഷ്യരും പോലും ഒരിക്കൽ പോലും കടന്നു വരാത്ത രീതിയിലുള്ള വലിയ പ്രളയം ഉൾപ്പെടെ നമ്മുടെ ചെറുപുഴ പഞ്ചായത്തിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം ഒരു കർഷക ദിനം ഇവിടെ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാർഷിക വികസന സമിതി യോഗത്തിൽ ഞങ്ങൾ ആലോചിച്ചത് വളരെ പ്രൗഢഗംഭീരമായ ഘോഷയാത്ര ഉൾപ്പെടെ നടത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ കർഷകരേക്ക് അംഗീകരിക്കുന്ന ഈ ചടങ്ങ് ഏറ്റവും പ്രൗഢഗംഭീരമാക്കണം എന്ന് ആഗ്രഹിക്കുകയും ആലോചിക്കുകയും ചെയ്തായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മളെ സംഭവിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഘോഷയാത്രകൾ ഒഴിവാക്കി കർഷകരുടെ നേരിടുന്ന പ്രശ്നത്തോടൊപ്പം നിന്നുകൊണ്ട് എങ്കിൽ പോലും നമ്മുടെ പഞ്ചായത്തിലെ വിവിധ കർഷകരെ ആദരിക്കുന്ന ഈ മനോഹരമായ ചടങ്ങ് ഈ ഹാളിനുള്ളിൽ മാത്രം ഒതുക്കിയത്. പുതിയ തുടക്കത്തിന്റെ കാലമാണ്. ഒരു കർഷകൻ ഒരു വിത്ത് മണ്ണിൽ നിക്ഷേപിക്കുമ്പോൾ അതിൽ അദ്ദേഹം കാണുന്നത് വെറും ഒരു ചെടിയല്ല, ഒരു വിളവിനെയും ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയെയും ഒരു നാടിന്റെ ഭക്ഷ്യശിക്ഷയുമാണ് അദ്ദേഹം അവിടെ കാണുന്നത്. ആ പ്രതീക്ഷയാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിലും മണ്ണിലേക്ക് ഇറങ്ങുവാൻ ആ കർഷകനെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യത്തിലും ചൂടിനും മഴയുടെ തണുപ്പിലും പ്രകൃതിയുടെ അനിശ്ചിതങ്ങളോട് പൊരുതി സ്വന്തം അധ്വാനത്തെ മണ്ണിനും സമർപ്പിക്കുന്ന കർഷകന്റെ ജീവിതം നമുക്ക് പലപ്പോഴും കാണാതെ പോകുന്ന കടങ്കഥ പോലെയായി പോകുന്നു. നമ്മുടെ അടുക്കളയിലെ ഓരോ അരിമണിക്കും ഓരോ കർഷകന്റെ അധ്വാനമുണ്ട്. നമ്മൾ കഴിക്കുന്നത് ഈ സാഹചര്യം നമുക്കറിയാം. കർഷകരെ സംബന്ധിച്ചിടത്തോളം നിരവധി വെല്ലുവിളിയിലൂടെയാണ് കടന്നു പോകുന്നത്. കൃഷിച്ചെലവിന്റെ വർധനവ്, തൊഴിലാളികളുടെ ലഭ്യതക്കുറവ്, വിപണിയിലെ അനിശ്ചിതത്വം തുടങ്ങിയവ കർഷകരെ ഏറെ പ്രതിസന്ധിയിലാക്കുകയാണ്. കൃഷി ലാഭകരമാകണം. കർഷകർക്ക് ഓരോ ഉൽപ്പന്നത്തിനും ന്യായമായ വില ലഭിക്കണം. എങ്കിൽ മാത്രമേ പുതിയ തലമുറ കൃഷിയിലേക്ക് അഭിമാനപൂർവ്വം കടന്നു വരികയുള്ളൂ. അതിനായി സാങ്കേതിക വിദ്യയും പരമ്പരാഗത അറിവും നമുക്ക് കൈമുതലാക്കണം. അത് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം. കർഷകന്റെ കൈകൾ എപ്പോഴും സുരക്ഷിതമായിരിക്കണം. ഈ കർഷകർക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ പ്രോത്സാഹനവും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. മലയോര മേഖലയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃഷി ചെയ്യാൻ മേലാത്തൊരു സാഹചര്യം നിലവിലൊരു കാലഘട്ടമാണ് ഇപ്പോൾ. നമുക്കറിയാം, വന്യജീവി ആക്രമണങ്ങളുടെ ഫലമായിട്ട് ശല്യം കാരണം ഒരു വിധത്തിൽ കൃഷി ചെയ്യാൻ മേലാത്ത കർഷകർ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതായിരുന്നു നമ്മളെല്ലാം കഴിഞ്ഞ ആഘോഷങ്ങളിലൊക്കെ പറഞ്ഞത്. അതിന് കൂടെയാണ് നമുക്ക് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ദുരന്തം. ചെറുപുഴ പഞ്ചായത്തിലെ കിഴക്കൻ മലയോര മേഖലയിലുണ്ടായ
ദുരിതങ്ങൾ പറഞ്ഞു നീക്കാൻ പറ്റാത്തതാണെന്നുള്ളത് നമുക്കെല്ലാം അറിയാം. മണ്ണറിഞ്ഞ് കൃഷി ചെയ്യാനും അതുപോലെ പുതിയ കാർഷിക ഉപകരണങ്ങളും യന്ത്രവൽകൃത സാമഗ്രികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൃഷി ചെയ്താൽ അത് ലാഭകരവും സന്തോഷപ്രദവുമാക്കാം. അതുപോലെ തന്നെ കൃഷിയിലേക്ക് യുവജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ നമ്മുടെ നാടിന്റെ സംസ്കാരവും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് തന്നെ നാട്ടറിവുകളും ഒക്കെ സംരക്ഷിക്കാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ചെറുപ്പത്തിൽ മുതൽ എന്റെ അച്ഛനൊക്കെ കുറെ കൃഷികൾ ചെയ്യുന്നു. അപ്പൊ എനിക്ക് കൃഷിയോട് താല്പര്യം തോന്നി. ഞങ്ങൾക്ക് തക്കാളി, കോവൽ, പാവയ്ക്ക എന്നീ കൃഷികളെല്ലാം ഉണ്ടായിരുന്നു. എനിക്ക് സ്കൂളിൽ കൂടെ കൃഷി ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ, അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിങ്ങിനുമായി ബന്ധപ്പെടുക 04985 242 140, മൊബൈൽ 6238 064141.